ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്ന ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇപ്പം സമയം കറക്റ്റ് 1:05. ഞങ്ങൾ 2-3 ദിവസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. ഞായറാഴ്ച മലമ്പുഴയ്ക്ക് പോകണം. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് മലമ്പുഴയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യാൻ ഞാൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഇതുപോലെ എന്നാൽ പോയാലോ, ഞായറാഴ്ച പോയാലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് രാവിലെ എൻ്റെ പണിയൊക്കെ ഞാൻ വേഗം ഒരുക്കി പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ഇപ്പോൾ വന്ന് ശനിയാഴ്ച അപ്പോഴത്തേക്കും വണ്ടി സർവീസിന് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. ഇനി എപ്പോഴാണ് പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വെയിൽ കൊണ്ട് കരിഞ്ഞ് ഒരു പരുവായി. ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോയത്, എന്നാലും ഇതുണ്ടല്ലേ കരിഞ്ഞ്. അപ്പം എന്തായാലും ഞങ്ങളിനി ശനിയാഴ്ച സർവീസ് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ ഇറങ്ങുമെന്നൊരു വിശ്വാസം. നേരെ മലമ്പുഴക്ക് പോകണം. പിന്നെ ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ട്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചനൊരു സംഭവം വാങ്ങാനുണ്ട് ഡെക്കാത്തലോണിൽ നിന്ന്. കുറേ ആയി ആഗ്രഹിക്കുന്ന ആളതിന് വേണ്ടിയിട്ട്. പറ്റുമെങ്കിൽ അവിടെയും കയറണം. എന്നിട്ട് നേരെ മലമ്പുഴയ്ക്ക് പോകണം. ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾ. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊന്ന് നമുക്ക് പുറത്തുനിന്ന് ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്താണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. പോകുമ്പോൾ കഴിക്കുമായിരിക്കും. എന്തായാലും ആൾ വന്നിട്ട് നമ്മൾ പോകും. ഞാനിപ്പം ഭയങ്കര ചൂടാണ് ഇവിടെ. ഇന്നും ഇന്നലെയൊന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്താൽ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കും. മഴ പെയ്തില്ലെങ്കിൽ പിന്നെ പെയ്യണ്ട. നമുക്കിപ്പോൾ ലിൻഡലിൻ്റെ വാർക്കൽ നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പെയ്താൽ മതി. അപ്പം എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി പോയാൽ മതി. മുടി ജസ്റ്റ് ഒന്ന് കെട്ടണം, ഒന്നും കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം. ഈ ഷെയ്ഡ് ഏതാണെന്നും ലിപ്സ്റ്റിക് ഏതാണെന്നും കുറേ പേര് ഷോർട്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മിക്ക ഷോർട്സിൻ്റെ താഴെയും പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്. ഏത് സ്കിൻ ടോണിന് മാച്ച് ആവും. അഫോർഡബിൾ പ്രൈസുമാണ്. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് നിൽക്കുകയും ചെയ്യും. കാറ്റ് കൊണ്ടിട്ട് എന്താ ഒരു ആശ്വാസം. അപ്പോൾ എന്തായാലും ശനിയാഴ്ച വന്നാലും ഞങ്ങളിനി പോകും. ബാക്കി വിശേഷങ്ങൾ പോകും വഴി കാണിച്ചു തരാം. എന്താ വായിച്ചു പഠിക്കുവാണോ? വായിച്ച് പഠിക്കുവാണോ? ഇത് ഫുള്ള് വായിച്ചു നോക്കും ഗൈസ്. എന്നിട്ട് അവസാനം ഒന്നെങ്കിൽ ബിരിയാണി പറയും, അല്ലെങ്കിൽ അൽഫാമും പൊറോട്ട, അല്ലെങ്കിൽ നിങ്ങൾ നോക്കും. അല്ലാണ്ട് ഒന്നും വാങ്ങാൻ പോകണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ബിരിയാണിയും പൊറോട്ട അൽഫാമും തന്നെ വാങ്ങാൻ തോന്നിപ്പോ എങ്ങനെ ഉണ്ട്. വെറുതെ എന്നിട്ട് മെനു കാർഡ് നോക്കി വെറുതെ മെയിൻ കളിക്കും. ചോറ് തന്നെ വേണം ഗൈസ്. അതുകൊണ്ടാണ് രാജിന്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് നോക്കിയതിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കിട്ടുന്നില്ലല്ലോ ശനിയാഴ്ച, ചൂടാണ്. മയണൈസ് ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും മീൽസാണ് കേട്ടോ കഴിക്കാറ്. പക്ഷേ തലേ ദിവസം ഞാനൊരു അടിപൊളി സദ്യ കഴിച്ചുകൊണ്ട് ഒരു ബിരിയാണിക്കൊരു മോഹം കയറിയിട്ട് അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തതാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഏകദേശം 3 മണിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ. ട്രൈപോഡിന് ചെറിയൊരു പരിക്കപ്പം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമേജിൽ വന്നതാണ്. ഇവിടെ നിന്ന് കയറിയ സാധനം കിട്ടുമെന്ന് നോക്കണം, വാങ്ങിയിട്ട് പോകണം. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതേ ഉള്ളൂ. കാറ്റടിച്ച് താഴെ വീണിട്ട് ട്രൈപോഡിൻ്റെ ആ ഫോൺ വെക്കുന്ന പോർഷൻ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സാധനം നമുക്ക് കിട്ടിയില്ല. എൻ്റെ ട്രൈപോഡിന് ഇത് കണ്ട് ഈ ഭാഗം പൊട്ടിപ്പോയി, താഴെ വീണതാ കാറ്റടിച്ച്. നമ്മളിപ്പോഴും മണ്ണാർക്കാട് തന്നെയാണ്. ഈ പാലക്കാട് നോക്കണം കിട്ടുവാന്ന്. കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടൂലേ? എന്തായാലും പാലക്കാട് നോക്കണം. ഇത് കിട്ടാതെ ഒരു വഴിയില്ല. വീഡിയോ എടുക്കണമെങ്കിൽ ഇത് അർജന്റാണ്. വേറെ ട്രൈപോഡും ഇല്ല എൻ്റെ കയ്യിൽ. ഡെക്കാത്തലോൺ എത്തി. ശനിയാഴ്ച തപ്പി നടന്ന പാൻറ് ഇവിടെ ഉണ്ടാന്ന് നോക്കട്ടെ. ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ. ഇതേതല്ലേ സൈസ് നോക്ക്. മിക്കവാറും സൈസ് കിട്ടാറില്ല. 2-3 പ്രാവശ്യം പോയിട്ടു. സൈസ് ഉണ്ടായിരുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് ബഡ്ജറ്റും ഇല്ലായിരുന്നു. ഇതാണ് ശനിയാഴ്ച നോക്കി നടന്ന പാൻറ്. നോക്കിയത് ഏത് സൈസ് ആയിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ലാർജ് ഉണ്ടാ നോക്ക്. ഇല്ലേ?
ഫൈനലി ഗൈസ് കിട്ടി. ഭാഗ്യമുണ്ട് എന്തായാലും നിങ്ങൾക്ക്. കുറെ നാളായിട്ട് ഇയാൾ ആഗ്രഹിച്ച് നടന്നാണ് ഈ ഒരു പാൻറ് എടുക്കാൻ. റോഡിലെ പൊടിയൊക്കെ കൊണ്ട് കറുത്ത് കരിക്കട്ടെ. അപ്പൊ ഇതേതാ സൈസ്? 2 ലാർജാണ്. XL ലാർജാണ്. അപ്പൊ ഇത് ഊരി മാറ്റിട്ട് അങ്ങനെ ഹാഫായിട്ട് ഇടാൻ പറ്റുമോ? ടെക്നിക്ക് ഉള്ളല്ലോ. മുന്നേന്ന് പറയുമ്പോ കൊറേ എന്നാലും എന്നോട് പറഞ്ഞപ്പോ ഞാൻ വാങ്ങി തന്നില്ലേ വൈകാതെ? പറ, സന്തോഷം പ്രകടിപ്പിക്കുക. 2-3 വട്ടം ഞങ്ങളിത് വാങ്ങാൻ വേണ്ടി പോയി ഗൈസ്. 2 പ്രാവശ്യം ഞങ്ങൾക്ക് സൈസ് കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു. വാങ്ങാൻ വേണ്ടി പോയതല്ല, അല്ലാതെ ഡെക്കാത്തലോൺ പോയപ്പോൾ കണ്ട്. പക്ഷെ ഞങ്ങളുടെ തന്ന് പൈസ ഇല്ലായിരുന്നു. ഈ ഒരു പാൻറ്റിന് മാത്രം 2000 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എക്സ്പെൻസീവ് അല്ലേന്ന് ഓർത്ത് ഇയാൾ എടുക്കാതെ ഒഴിഞ്ഞു വിട്ടതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ആഗ്രഹിച്ചതല്ലേ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. സൈസിന്റെ കാര്യം ഒരു കൺഫ്യൂഷനായിട്ട് 3 പാൻറ് കൊണ്ടാണ് ട്രയൽ ചെയ്യാൻ പോണത്. എന്തായാലും ഇട്ട് നോക്ക്, പറ്റുന്നത് എടുക്കാം. നട്ട്സിന്റെ മതി. ബ്രേക്ക്ഫാസ്റ്റ് ബാർ, ഡേറ്റ്സ്, നട്ട്സ്, സീഡ്സ്. ഇതാ ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് അല്ലേ? ടേസ്റ്റ് ആണോ? എപ്പോഴും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു സെക്ഷൻ കാണും. അപ്പോൾ എപ്പോഴും വിചാരിക്കും തിന്ന് നോക്കണം എന്താ ടേസ്റ്റ് എന്നറിയാം. അപ്പം ഇതിന്ന് പറഞ്ഞാൽ എടുക്കുക എന്തായാലും. താഴേക്കുണ്ട് അതല്ലേ ഇതുപോലെ ഇതിൽ 2 ഏതെങ്കിലും മതി. ഒന്നെങ്കിൽ ഇത് ചോക്ലേറ്റ് വേണ്ട, കയ്പായിരിക്കും. ആ വയലറ്റ് കളറുള്ളതാ പിസ്താൻ്റെ ആണെന്ന് തോന്നല്ലേ? ടേസ്റ്റ് ഉണ്ടാവുക ശനിയാജ് ഇല്ലേ? എന്നാ ഇതെടുക്കാം അല്ലേ? സീഡ്സ് അല്ലെങ്കിൽ ഇതെടുക്കാം. ഇത് ഈന്തപ്പഴവും പിസ്തയും അതെടുക്കാം. ഈ ഒറ്റ സംഭവത്തിന് 79 രൂപ. എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. കൊള്ളാം. ഇത് കറക്റ്റാണ്. കറക്റ്റ് അല്ലേ? ഇരുന്നൊക്കെ നോക്കിയ സൈസ് ഓക്കെ ആണെങ്കിൽ എടുത്തോ. 5 മണിയായി. ശനിയാഴ്ച മതി, നമുക്ക് പോകാം. എനിക്കിനി ഡ്രസ്സ് എടുക്കാൻ കയറണം. ഞാൻ പിന്നെ ധൃതി പിടിച്ച് നോക്കേണ്ടി വരും. ഡ്രസ്സ് എടുത്തിട്ടില്ലേ നമുക്ക് മലമ്പുഴയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. ബാ മതി. ഇതും കൂടെ സെൽഫ് ബില്ലിംഗ് ആണ് ഗൈസ്. ഇവിടെ തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ സെൽഫ് ബില്ലിംഗ് ചെയ്യാന്ന് ഓർത്ത്. അറിയത്തില്ല, ചെയ്ത് നോക്കാം. പാളി. വീണ്ടും ഞങ്ങൾ ക്യൂയിൽ. സാധനം കിട്ടിയിട്ടുണ്ട്. കവർ ഞങ്ങൾ വാങ്ങിയില്ല. കവറിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്ഷമയില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ തിന്ന് നോക്കുവാണ്. പൊളിച്ച അലുവ പോലെ ഉണ്ട്. എന്താ ഇത്ര പുളി? പെരുന്നാൾ ഷോപ്പിംഗ്. ആ ഗ്രീൻ കളർ കൊള്ളാൻ ശനിയാഴ്ച. ഇതൊരു വെറൈറ്റി അല്ലേ? ഇല്ലാത്ത കളറല്ലേ? എന്തിനാ നോക്കുന്നത്? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ പുച്ഛിച്ചില്ലേ? അത് തന്നെയാണത്. സെയിം ഡമ്മിക്കിട്ട അതെ സെയിം തന്നെയാണ്. എടുക്കുന്നില്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങാം. നോക്കിക്കോ. ടീഷർട്ട് വേണ്ട, ടീഷർട്ട് വേണ്ട. പള്ളിയില് ടീഷർട്ട് ഇട്ട് രാവിലെ പോണത്. ഇവിടുന്ന് കിട്ടിയില്ല, നമ്മൾ ഇറങ്ങുന്നു. എൻ്റെ സെക്ഷൻ ഞാൻ വല്ലാണ്ട് നോക്കിയില്ല. കാരണം ഞാൻ ബഡ്ജറ്റ് കുറയിൽ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കല്യാൺ 99 ഇല്ല, അവിടെ പോയി നോക്കാം. അവിടെ 99 സ്റ്റാർട്ടിങ് 699. ഫസ്റ്റ് ഞങ്ങൾ മാക്സിലാണ് കേട്ടോ കയറിയത്. പെരുന്നാളിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കയറിയതാണ്. അപ്പോൾ ശനിയാഴ്ചനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ എൻ്റെ സൈഡ് വല്ലാണ്ട് നോക്കാൻ നിന്നില്ല. കാരണം അവിടെ കുറച്ച് എക്സ്പെൻസീവ് അല്ലേ. ഞാൻ റേറ്റ് കുറവിലാണ് നോക്കിയത്. പിന്നെ ഈ കല്യാൺ 99 കയറി. അവിടെ പൊതുവെ റേറ്റ് കുറവാണ്, സെലക്ഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസിൽ കണ്ടിട്ട് കയറിയതാണ്. അവിടുന്ന് ഒന്നും കിട്ടിയില്ല. അത്യാവശ്യമായിട്ടുള്ള വേണ്ട സാധനമാണ് ഗൈസ്. ഇപ്പോൾ വാങ്ങിച്ചാലും പൊട്ടിപ്പോകും എൻ്റെ കയ്യിൽ.
ഇത് 2 100 ചിലപ്പോൾ ഞാൻ വാങ്ങും, നോക്കട്ടെ നല്ലത്. ഇവിടെ എനിക്ക് ഡ്രസ്സ് നോക്കി ഒന്നും കിട്ടിയില്ല. ഏതെങ്കിലും ഒന്ന് പറ, ഉറപ്പല്ലേ? നീ അവിടെ വേണ്ട, ഇത് ഉറപ്പിച്ചതാ. വാവ്, പക്ഷെ വൈറ്റ് അഴുക്കായ പെട്ടെന്ന് അറിയത്തില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സ് ഉണ്ട്, അത് വേണ്ട. ഇത് നല്ല കളറാണ്, അത് കൊള്ളാം. പക്ഷെ മഞ്ഞ ഓൾറെഡി ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, അതേ മഞ്ഞ നോക്കാത്തത്. സ്റ്റുഡിയോയിലെത്തി. അത് കൊള്ളാം അല്ലേ? അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട. ഇത് ഇട്ട് നോക്കാം, അപ്പോൾ കഴുത്ത് എങ്ങനെയാണെന്നറിയാം. എപ്പോഴും സ്റ്റുഡിയോ തന്നെ വാഴത്തുള്ളൂ ഗൈസ്. ഇത്രയും ഡ്രസ്സുണ്ട്, ട്രയൽ ചെയ്യട്ടെ, വേഗം ഇറങ്ങണം, ടൈമില്ല. ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഡ്രസ്സ് കൊള്ളാം, പക്ഷെ ഫുള്ള് സീത്രമാണ്, നല്ലപോലെ ഉള്ള കാണുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് ഒന്ന്, പക്ഷെ എനിക്ക് ഈ കൈ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഭംഗി തോന്നിക്കുന്നില്ല. 3 ഷോപ്പിൽ നമ്മൾ കയറി, സാധനം കിട്ടിയില്ല. ഒന്നാമത് നമുക്ക് സമയമില്ലാതെ ധൃതിക്ക് തപ്പിയതുകൊണ്ടാണ് കിട്ടാഞ്ഞത്. നമ്മൾ നല്ല സമാധാനത്തിൽ സാവധാനം നോക്കിയാലേ കിട്ടത്തുള്ളൂ. അതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായത്. അങ്ങനെ കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ മലമ്പുഴയ്ക്ക് പോയി. നമ്മുടെ മെയിൻ ലക്ഷ്യം മലമ്പുഴയായിരുന്നല്ലോ. ലാസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ കയറിയത്. സ്റ്റുഡിയോന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കറക്റ്റ് 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇരുട്ടാവുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതിയെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത്. മലമ്പുഴ ഡാമിൻ്റെ അവിടെ കയറാതെ ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കവാന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ലാസ്റ്റ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മലമ്പുഴക്ക് പോയത്, പിന്നെ പോയിട്ടില്ല മലമ്പുഴയ്ക്ക്. ഈ സ്ഥലം ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ വീഡിയോ വെച്ചിട്ട് നിങ്ങളോട് ചോദിച്ചില്ല ഇതും പാലക്കാട് എവിടെയാണെന്ന് അറിയാമെന്നൊക്കെ. നമ്മൾ പ്രേമിക്കുന്ന ടൈമിൽ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. ഈ മുള്ളാമ്പിയൊക്കെ ചാടിക്കിടന്നിട്ട് വേണം അപ്പോൾ നടന്ന് 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 നമ്മൾ അവിടെ എത്തണം. വ്യൂ ഒക്കെ സെറ്റാണ് കേട്ടോ, പക്ഷെ ഫോണിൽ ആ കറക്റ്റ്, എപ്പോഴും അങ്ങനെ തന്നെ ഞാൻ പറയാറുണ്ട്, ഫോണിൽ ആ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റൂല. എന്നാ ഇതിലേ പോകണ്ട, ചളി ഇല്ലാത്തടത്തൂടെ പോ. നിങ്ങളുടെ വെള്ള പാൻറ്റാണ്, അവിടെ നിൽക്കും, അത് തെറിക്കും, വെള്ളം തെറിക്കുന്നു. പെട്ട് വഴി കാണാനില്ല, ഫുള്ള് വെള്ളവും ചെളിയുമാണ്. കണ്ടോ? സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ എല്ലാവരും തിരിച്ചു പോകുമായിരുന്നു, കാരണം ഏകദേശം 6 മണി 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞ് ഷിനാജ് എന്നെ നിർത്തി വീഡിയോ എടുത്ത് തരുവാണ്. പിന്നെ ഒരുപാട് നേരം നമ്മളവിടെ നിന്നില്ല കേട്ടോ, ഒരു 10-15 മിനിറ്റ് നിന്നിട്ട് പോകുന്നു. മഴക്കാർ കണ്ടപ്പോൾ പെട്ടെന്ന് പോയി ഞങ്ങൾ. മിക്കവാറും പണി കിട്ടും, ഇപ്പം മഴ പെയ്യും, നമ്മൾ വേഗം പോട്ടെ. അങ്ങനെ നമ്മൾ തിരിച്ച് ഡാമിൻ്റെ ഫ്രണ്ടിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് അവിടെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കണ്ട ഒരു കടയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ച് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉപ്പിലിട്ട മാങ്ങ. ഷിനാജിനാണ് പൈനാപ്പിൾ, ഞാൻ മാങ്ങയാണ് കഴിച്ചത്. എത്ര കഴിച്ചാലും ഞാൻ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങ. പിന്നെ ഷിനാജി ഒരു കാന്താരി സോഡ എന്തോ ഒരു സാധനം, മോരും സോഡയും കാന്താരിയൊക്കെ ഒഴിച്ചിട്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളകത്ത് കയറി, പക്ഷേ ക്ലോസ് ആയി. 7:30 വരെയുള്ള ടിക്കറ്റ്, ഇപ്പോൾ കറക്റ്റ് 7:30 ആയി. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. ഇനി കയറാൻ പറ്റാത്തൊരു വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം കവ കാണാൻ പറ്റിയില്ല. ഞാനൊരു ഉപ്പിലിട്ട മാങ്ങ കൊച്ചിയാണ്, അതുകൊണ്ട് വീണ്ടും ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇത് ഉപ്പൊക്കെ പിടിച്ച സെറ്റാണ്. ഞങ്ങൾ തിരിച്ചു പോകും. മലമ്പുഴയുടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കച്ചവടക്കാരും കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ മണ്ണാർക്കാട് വന്നിട്ട് ഇതേ ദോശ വാങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ നൈറ്റിലേക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്, അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഞങ്ങൾ ദോശ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മുടി ഫ്രണ്ടിലോട്ട് ഇടുമ്പോൾ എനിക്ക് നിങ്ങളുടെ കമൻസാണ് ഓർമ്മ വരുന്നത്, അതാണ് ആ ചിരി എൻ്റെ മുഖത്ത്.